ഓലന്റെ സെയിം കോപ്പി കൊടുത്താലും സക്സസ് ആവില്ല എന്ന് പറയാൻ പറ്റില്ല. മീൻസ് ഓൺലൈനേക്കാൾ ബെറ്റർ സാധനം കൊടുത്തിട്ട് സക്സസ് ആവുമെന്നും പറയാൻ പറ്റില്ല. നമ്മളത് എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു, എങ്ങനെ അത് മാർക്കറ്റ് ചെയ്യുന്നു, എങ്ങനെയാണ് അത് സ്കെയിൽ ചെയ്യാൻ ശ്രമിക്കുന്നത്, ആ രീതിക്ക് അനുസരിച്ചാണ് നമ്മൾ മാറ്റുണ്ടാവുക. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ടോട്ടലെക്സ് പോഡ്കാസ്റ്റ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഓല, ഊബർ പോലുള്ള ഓൺലൈൻ ടാക്സി ബുക്കിംഗ് ആപ്ലിക്കേഷൻസ് അതുപോലെ തന്നെ പ്ലാറ്റ്ഫോംസിനെ കുറിച്ചാണ്. നമുക്ക് കൂടുതൽ വരുന്നൊരു എൻക്വയറിയാണ് ഈ ഒരു മേഖലയിലുള്ള ബിസിനസ്, അതായത് ഇപ്പോൾ ഓല മോഡൽ അല്ലെങ്കിൽ ഊബർ മോഡൽ പോലുള്ള ഒരുപാട് എൻക്വയറീസ് നമുക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിന് വേണ്ടി വരാറുണ്ട്. അപ്പോൾ ഇതിന് മാർക്കറ്റിൽ എത്രത്തോളം സാധ്യതകളുണ്ട്, എന്താണ് ഇതിൻ്റെ സക്സസ് റേറ്റ്, കാര്യങ്ങളൊക്കെ. ഇതിൽ ഫസ്റ്റ് ഫേസിൽ ഇവർ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അവരൊരു ടൗണിൽ ഇവർക്ക് അറിയുന്ന കുറച്ച് ആൾക്കാരുടെ ടൗണിൽ അഥവാ നാട്ടിലെന്ന് പറയാം ഒരു കൺസെപ്റ്റിൽ വർക്ക് ചെയ്യണതാണ് ഏറ്റവും ബെസ്റ്റ്. ഫസ്റ്റ് ഫേസിൽ ആ കൺസെപ്റ്റിൽ വർക്ക് ചെയ്യുമ്പോൾ ഇവരൊരു ആപ്പ് ഉണ്ടാക്കാനോ അത് അങ്ങനത്തെ രീതിയിലേക്ക് നിൽക്കാതെ ഫസ്റ്റ് ഫേസിൽ ഇവരൊരു ഗ്രൂപ്പ്, വാട്സപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുക. ആ നാട്ടിലുള്ള ആൾക്കാർ ഇതിലേക്ക് കണക്ട് ചെയ്തതിന് ശേഷം ആളുകൾ വില്ലിങ് ആണോ എന്ന് അറിയാൻ വേണ്ടി ട്രയൽ ചെയ്യണമല്ലോ. കാരണം നമ്മൾ ഇറക്കുന്ന എല്ലാ കൺസെപ്റ്റും വിജയിക്കണമെന്നോ ഇതൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്രസന്റേഷൻ ഒരു എമൗണ്ട് സ്പെൻഡ് ഇല്ല, വലിയൊരു എമൗണ്ട് സ്പെൻഡ് ഇല്ലാത്ത രീതിയിലാണ് ആദ്യത്തെ സ്റ്റാർട്ടിങ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനെ ഗ്രൂപ്പ് സെറ്റ് ചെയ്തതിന് ശേഷം ഈ ഓട്ടോക്കാരായിട്ട് ഇവർ ഡീല് സംസാരിക്കണം. അപ്പോൾ ഇവൻ ത്രൂ കൊടുക്കുന്ന, അപ്പോൾ ഇതിലേക്ക് ഒരാൾ ബുക്കിംഗ് വന്നു കഴിഞ്ഞാൽ ഈ നമ്പറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവർ കണക്ട് ചെയ്ത് കൊടുക്കുന്നു. ആ ബുക്കിങ്ങിന് അഗെയിൻസ്റ്റ് ചെറിയ ചാർജ് ചെയ്യണമെങ്കിൽ ചാർജ് ചെയ്താക്കാം, അതല്ലെങ്കിൽ ചാർജ് ഇല്ലാതെ വേണമെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാം. കണക്ട് ചെയ്ത് കൊടുക്കുന്ന പ്ലാറ്റ്ഫോം ആകുമ്പോൾ ആൾക്കാർക്ക് ആവശ്യമുണ്ടോ എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അത് ഓക്കെ, ഇത് ലാർജ് സ്കെയിലിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്, നമുക്ക് അതിൽ നിന്ന് ഏർണിങ്സ് വരുന്ന രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞ ശേഷം വേണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഒരു ട്രയലായിട്ട് നമുക്ക് ആപ്പ് ബിൽഡ് ചെയ്യാം. ഒരു MVP മോഡൽ, അതും ചെറിയൊരു ഏരിയനെ ഫോക്കസ് ചെയ്ത് എന്നിട്ട് ആ പ്രൊഡക്റ്റിനെ ഡെവലപ്പ് ചെയ്യണം. കാരണം ഏത് പ്രൊഡക്ട്സ് വരുമ്പോഴും അതിലൊരു യൂണീക്നെസ് കൊണ്ടുവരണം എന്നാണ്. അപ്പോൾ ആ യൂണീക്നെസ് ഇപ്പോൾ ഒല, ഊബർ പോലെ തന്നെയാണ് റാപ്പിഡോ ആ സെയിം കൺസെപ്റ്റ് തന്നെയാണ്. പക്ഷെ ഇവര് ടാക്സി എന്താണ് ബൈക്ക് ടാക്സിന് കൊടുക്കുന്നു എന്നുള്ളതാണ്. അല്ലാതെ അതിൽ വേറൊരു ഭയങ്കര വലിയ കൺസെപ്റ്റ് ഒന്നുമില്ല. അതിനും ഫണ്ടിങ് കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെ ആൾക്കാരിലേക്ക് പ്രസന്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് എല്ലാ ബിസിനസ്സും അങ്ങനെയാണ്. എല്ലാ ബിസിനസ്സും ആൾക്കാർ അതെങ്ങനെ എടുക്കുന്നു, നമ്മളെ ട്രസ്റ്റ് ചെയ്യുന്നു, പ്രസന്റ് ചെയ്യുന്നു, ഇതിനെ ബേസ് ചെയ്തിട്ട് മാത്രമാണ് എല്ലാ ബിസിനസ്സും സക്സസ് ആവുന്നത്. ഇനീഷ്യലി റിജക്ഷൻസ് ഉണ്ടാവാം ആളുകളുടെ, അത് ഓവർകം ചെയ്ത് പോവാന്നുള്ളതാണ്. അതിനുള്ള സൊല്യൂഷൻസ് കണ്ടെത്തി ഇത് സക്സസ് റേറ്റ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഇതിലൊക്കെ എന്താ വെച്ചാല് ആദ്യം തന്നെ ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ആപ്പ് ഡെവലപ്മെന്റിനും ചിലവാക്കാതെ ഒരു MVP ആദ്യം ഒരു ട്രയലിംഗ് നടക്കണം. MVP മോഡൽ ഉണ്ടാക്കുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞല്ലേ ഇങ്ങനെ ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി സംഭവം ക്ലിക്ക് ആവോ എന്നുള്ളത് മനസ്സിലാക്കി നമുക്കൊരു ഓഡിയൻസ് ഓഫ് യൂസേഴ്സിനെ ക്രിയേറ്റ് ചെയ്യും. നമ്മൾ ട്രസ്റ്റഡ് ആയിട്ടുള്ള കുറച്ച് യൂസേഴ്സിനെ ക്രിയേറ്റ് ആക്കി ഈ ട്രസ്റ്റഡ് ആയിട്ടുള്ള യൂസേഴ്സിലേക്ക് നമ്മൾ ഈ MVP മോഡൽ ഇറക്കി കൊടുത്ത് ഇവർക്ക് അത് യൂസർ ഫ്ലോ ഓക്കെ ആണോ എന്നുള്ളത്. ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ല ഡെവലപ്ഡ് ആയിട്ടുള്ള സിറ്റി ആണോ, റൂറൽ ഏരിയ ആണോ, അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ചില ആൾക്കാർ റൂറൽ ഏരിയ മാത്രം ഫോക്കസ് ചെയ്ത് വർക്കൗട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇവർക്ക് ഇത് എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതുപോലെ എങ്ങനെയൊക്കെയാണ് ഇതിനെ കാണുന്നത്, ഏതൊക്കെ രീതിയിലാണ് എന്നുള്ളതൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ നല്ലതാണ്. ഇപ്പം ചില ആൾക്കാർ പറയും ഞങ്ങൾ പോയി റിസർച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവർ പോയി ഡയറക്റ്റ് സംസാരിച്ച് റിസർച്ച് ചെയ്തുകൊണ്ട് ഒരു കാര്യമില്ല. അപ്പം എല്ലാവരും ഓക്കെ എന്നേ പറയും, അടിപൊളിയാണത്. ഇത് ഇവർ യൂസ് ചെയ്യാൻ തയ്യാറാണോ എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഇപ്പോൾ റൂറൽ ഏരിയയിലൊക്കെ ആണെങ്കിൽ ഇവർ സംസാരിക്കുമ്പോൾ ഞാൻ റെഡിയാണ്, എൻ്റെ എക്സ്പീരിയൻസ് പറയാമല്ലോ, റെഡിയാണ്. പക്ഷെ നമ്മൾ ആ പ്രൊഡക്റ്റോട് ചെല്ലുമ്പോൾ ഇവർ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി ഒക്കെ എന്താണ് ഒരു കുറവാണ്. അപ്പോൾ നമ്മളെന്താണ് മെല്ലെ ഇതൊന്നും ട്രാക്ഷൻ ആക്കി എടുത്ത് ഇവിടെ ഓക്കെ ആക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഫേസിലേക്ക് നമുക്കിത് സ്കെയിൽ ചെയ്ത് പോകാൻ പറ്റും. അല്ലാത്ത പക്ഷം നമുക്ക് ഭയങ്കരമായിട്ടുള്ള റിസ്ക് വരും. കാരണം ഇതിൽ മെയിൻ്റെനൻസ് കോസ്റ്റുകൾ കാര്യങ്ങളുണ്ട്, ഗൂഗിൾ മാപ്പ് ഇൻറ്റഗ്രേഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ പേയ്മെൻറ്റ് ഇൻറ്റഗ്രേഷൻ, ഇങ്ങനെ മൾട്ടിപ്പിൾ ഇൻറ്റഗ്രേഷൻസ് ഉണ്ട്. മാപ്പിനൊക്കെ നമുക്ക് ഓരോ ചാർജസ് ഒക്കെ ഉണ്ട്. പിന്നെ ഈ ഡെവലപ്മെൻറ്റ് ഏരിയ ആണെങ്കിൽ ഇതിൻ്റെ മാനേജിങ് സിസ്റ്റം. അപ്പോൾ അടി മുതൽ മേലെ വരെയുള്ള കാര്യങ്ങൾ നമുക്ക് ഏകദേശം ധാരണ കിട്ടിക്കഴിഞ്ഞാൽ റിയൽ എക്സ്പീരിയൻസിൽ ധാരണ കിട്ടണം. ഒരു എക്സാമ്പിൾ പറയാം, സ്ട്രക്ചർ നമ്മൾ മൈൻഡിൽ ബിൽഡ് ചെയ്തെടുക്കണം. മൈൻഡിൽ പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡിൽ മാത്രമല്ല ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റും, എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു ശ്രമം കൂടെ നടത്തണം. അതെ, ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ. അപ്പൊ അത് നമുക്ക് ആദ്യം തന്നെ പ്ലാൻ ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഫാർ ബെറ്റർ ആയിരിക്കും. കാരണം അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ ഉദ്ദേശിച്ചതാവില്ല മാർക്കറ്റിന് വേണ്ടത്. മാർക്കറ്റ് ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ നമ്മൾ മാർക്കറ്റിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അത് അടിപൊളിയായിട്ട് സ്കെയിൽ ആവും ഓട്ടോമാറ്റിക്കലി. നമ്മൾ എഫേർട്ട് വേണം, 100% എഫേർട്ട് വേണം. ഇന്ന് എന്താണ് അത് സ്കെയിൽ ചെയ്യാൻ വളരെ ഈസി ആവും. അപ്പോൾ ആ ഒരു മെത്തേഡിൽ ഇപ്പം നമുക്ക് ഈ സെയിം സാധനം
ഓലൻ്റെ സെയിം കോപ്പി കൊടുത്താലും സക്സസ് ആവില്ല എന്ന് പറയാൻ പറ്റില്ല. മീൻസ് ഓലനേക്കാൾ ബെറ്റർ സാധനം കൊടുത്തിട്ട് സക്സസ് ആവുമെന്നും പറയാൻ പറ്റില്ല. നമ്മളത് എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു, എങ്ങനെ അത് മാർക്കറ്റ് ചെയ്യുന്നു, എങ്ങനെയാണ് അത് സ്കെയിൽ ചെയ്യാൻ ശ്രമിക്കുന്നത്, ആ രീതിക്ക് അനുസരിച്ചാണ് നമ്മൾ മാറ്റുണ്ടാവുക. അപ്പൊ അത്രയാണ് നമ്മൾ മേജറായിട്ട് നോക്കേണ്ടത്. അപ്പോൾ ഈ സെയിം കോപ്പി കൊടുന്ന് എഴുതിയിട്ടോ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആമസോണിന്റെ സെയിം കോപ്പിയാണ് ഫ്ലിപ്കാർട്ട്. സക്സസ് ആയി കഴിഞ്ഞാൽ എല്ലാവരും സക്സസ് എന്നാ പറയാം. അപ്പൊ എന്ന പോലെ തന്നെ സക്സസ് എന്ന് പറയുന്നത് ഇവരെടുക്കുന്ന ഇപ്പോൾ ആമസോണിന്റെ സെയിം കോപ്പി എന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ ഒരു പാറ്റേൺ ഓഫ് രീതിയൊക്കെ മാറ്റുന്നുണ്ട്. കൺസെപ്റ്റ് ഇവര് സെല് ചെയ്യാൻ മാക്സിമം നോക്കിക്കണേ എന്താണ് ഇന്ത്യയിലാണ്. ഇവരുടെ സിസ്റ്റം വേറെ തന്നെയാണ്. ഇന്ത്യൻ ഒരു രീതിയിലേക്കാണ് അവർ കൊടുക്കുന്നത്. മറ്റേത് യൂറോപ്പ് മോഡലായിരുന്നു, USA മോഡലാണ് ആ മോഡൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് സ്കെയിൽ ചെയ്തിട്ടോ, എല്ലാ പ്രോഡക്റ്റും സ്കെയിലായി. അപ്പം എന്ന പോലെ തന്നെ നമുക്ക് ഏറ്റവും ബെറ്റർ നമുക്ക് ആദ്യം ഒരു MVP മോഡൽ തുടങ്ങിയതിന് ശേഷം അത് ആൾക്കാരിലേക്ക് എത്തിക്കുന്നു, അതിനെ സ്കെയിൽ ചെയ്യുന്നു, അതിനെ പ്രസന്റ് ചെയ്യുന്ന രീതികളൊക്കെ മാറ്റിയിട്ട് നമ്മൾ സ്കെയിൽ ചെയ്ത് കഴിഞ്ഞാൽ 100% നമുക്ക് ഗ്രോത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ബിസിനസ്സിനെ പല വെർട്ടികൾക്കൊക്കെ ഡെവലപ്പ് ചെയ്യുക. ഇപ്പോൾ ഓല ചെയ്തെന്താണ്, ഓല ഒരു വേറെ വെർട്ടികൾ ഓപ്പൺ ആക്കി, എന്താണ് ഓല സ്കൂട്ടർ എന്നുള്ള കൺസെപ്റ്റിലൊക്കെ ഓപ്പൺ ആക്കി. അപ്പോൾ ഇതിൻ്റെ തന്നെ പല വെർട്ടികളൊക്കെ ഓപ്പൺ ആക്കി വേറെ രീതിയിലേക്കുള്ള ഒരു കമ്പനി ഫോം ചെയ്യാം, ബ്രാൻഡിങ് കിട്ടി കഴിഞ്ഞാൽ. അതൊക്കെ തന്നെയാണ് ഇതിൽ മേജറായിട്ട് ഈ ഒരു ഫംഗ്ഷനിൽ നമുക്ക് വർക്കൗട്ട് ചെയ്യുന്നത്. പിന്നെ ഒരു സ്ട്രക്ചർ ഓക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് സ്കെയിൽ ചെയ്യാം, എക്സ്പാൻഡ് ചെയ്ത് സ്കെയിൽ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. തീർച്ചയായിട്ടും. കാരണം ഓൾറെഡി നമ്മൾ അത് എക്സ്പീരിയൻസ് ചെയ്ത് ഇപ്പം ചില ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇത് ആപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു 5 സ്ഥലത്ത് ഒന്നിച്ചാണ് ലോഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ 10 സ്ഥലത്ത് ലോഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ മൊത്തം കേരളം മൊത്തം. ഇങ്ങനൊന്നും പാടും. 100% ചെയ്യാം. ബട്ട് നമ്മൾ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ 2 സ്ഥലത്ത് സക്സസ്ഫുൾ ആയി റണ്ണായതിനു ശേഷം പിന്നീട് ആ സിസ്റ്റം ഓക്കെയാണ്, പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. കാരണം നമ്മൾ ചെല്ലുമ്പോൾ ഇതിനൊക്കെയുള്ള പല പ്രശ്നങ്ങളുണ്ടാവും. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശമാരാവില്ല അതിനൊക്കെ ഫ്ലോ വേണ്ടി വരിക, അത് ചിലപ്പോൾ മാറ്റേണ്ടി വരും. ഇപ്പോൾ ഒരു സ്ഥലത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ഓക്കെ, മറ്റെന്തായാലും നമ്മൾ ആകെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് അറിയാത്ത രീതിയിലേക്ക് നിൽക്കേണ്ടി വരും. അപ്പോൾ ഫസ്റ്റ് ഫേസിൽ ഒരു സ്ഥലത്തിൽ ഓക്കെ ആയതിനു ശേഷം, ഞാൻ പറയാം, ഒരു സ്ഥലം ഓക്കെ ആക്കി റെഡി ആക്കി പെർഫെക്റ്റ് പ്രൊഡക്റ്റ് ആയതിനു ശേഷം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. അത് നമുക്ക് ഗ്രോത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അതിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് സൊല്യൂഷൻ ചെയ്യാൻ പറ്റും. എന്നിട്ട് സ്കെയിൽ ചെയ്യാൻ നോക്കുക. പല ഐഡിയാസ് ഉണ്ടാവും സ്കെയിൽ ചെയ്യാനുള്ള മോഡലിലേക്ക്. അപ്പോൾ അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നതായിരിക്കും ഫാർ ബെറ്റർ നമുക്ക്. പിന്നെ ഇതിന്റെ ടെക്നിക്കൽ സൈഡിൽ വരുന്ന കോസ്റ്റ് കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്? ടെക്നിക്കൽ സൈഡിൽ ഫസ്റ്റ് ഫേസിൽ നമുക്ക് ഡെവലപ്മെന്റ് കോസ്റ്റ് ഉണ്ടാവും. പിന്നുള്ളത് ഇതിന്റെ ഗൂഗിളിന്റെ മാപ്പിംഗ് സിസ്റ്റം ഉണ്ട്, ഓല മാപ്സ് ഒക്കെ ഇറക്കിയിട്ടുണ്ട്. അത് ഒന്നുകൂടി ഫ്രീ മോഡലൊക്കെ അതൊരു എമൗണ്ട് വരും, നല്ലൊരു എമൗണ്ട് നമ്മൾ കാണേണ്ടതാണ്. അതിന്റെ ആ സർവീസിന് ആവറേജ് എത്ര വരും ഏകദേശം? അത് ആവറേജ് എന്ന് പറയുമ്പോൾ പെർ ട്രിപ്പ് പെർ മിനിറ്റ് ഇതിനൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് വരിക. ഇതിൽ നമുക്ക് വേറെ കാര്യം എന്താ വെച്ചാൽ, ഒരു ഓല മാപ്പിംഗ് സിസ്റ്റത്തിന് ഓല ഇപ്പൊ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഓല തന്നെ ഒരു ഓൺ സിസ്റ്റം ഡെവലപ്പ് ചെയ്തു. ഇപ്പോ നമുക്ക് ഗൂഗിൾ മാപ്പ് കംപ്ലീറ്റ്ലി ഫ്രീ അല്ലേ, പക്ഷെ ഇവർ ചാർജ് ചെയ്യുന്നത് ഈ സൈഡിൽ നിന്നാണ്. അത് ഗൂഗിൾ മാപ്പ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ ഇതിന് അവിടെ ചാർജ് വരുന്നുണ്ട് ഗൂഗിൾ. അതെ, ഇത് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് അത്യാവശ്യം ഫ്രീ ഉണ്ട്, പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു കോസ്റ്റ് ഉണ്ട്. പക്ഷെ ഇവര് റൺ ചെയ്യുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ഇവർ തരുന്നുണ്ട്. ഒന്നൊക്കെ അഡ്വർടൈസ്മെന്റ് ലൊക്കേഷൻ കിട്ടും, പ്ലസ് നമുക്ക് ഇവിടുന്നാണ് അവർ ചാർജ് ചെയ്യുന്നത്. നമ്മളെ പോലത്തെ കമ്പനി സൈഡിൽ നിന്നാണ് ഇവർ ചാർജ് ചെയ്യുക നല്ല രീതിയിൽ. അപ്പോൾ അവിടെ ഒരു ചാർജ് ഉണ്ട്. പിന്നെ നോർമലി സെർവർ കാര്യങ്ങളൊക്കെ ഉള്ള ചാർജസ് തന്നെയാണ് മേജർ ആയിട്ടുള്ളത്. പിന്നെ ഒരു ഓർഡർ വന്ന് ഓൺലൈൻ പേയ്മെന്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഉള്ള ഓൺലൈൻ പേയ്മെന്റിനുള്ള ചാർജസ് കാര്യങ്ങൾ, ഗേറ്റ് വേ ചാർജസ് ഇതൊക്കെ തന്നെയാണ് മേജർ ആയിട്ട് നമുക്കുള്ളൂ. ഇതിൽ വർക്ക് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ വരുന്നത് ഈ ലൈവ് ട്രാക്കിംഗ് സിസ്റ്റത്തിന് മാത്രമേ ഉള്ളൂ. ഈ ഓലയൊക്കെ അല്ലെങ്കിൽ ഊബറൊക്കെ ഓലയല്ലേ ഓൺ ഇതായിട്ടുള്ളത്. അതെ, അതുപോലെ തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ നമുക്ക് അത്യാവശ്യം കോസ്റ്റ് കാര്യങ്ങളൊക്കെ വരും. അതെ, കാരണം അത് എടുക്കുന്ന മാത്രമല്ല, അത് മെയിൻ്റെനൻസ്. നമുക്ക് ഈ ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ബിൽഡ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അതൊക്കെ എപ്പോഴും ഒരു തേർഡ് പാർട്ടി API യൂസ് ചെയ്യുന്നത് ബെറ്റർ അല്ലേ? 100%. ഇപ്പൊ നമ്മൾക്ക് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മളൊരു പേയ്മെന്റ് ഗേറ്റ് വേ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാല് അതിനൊരു മെയിൻ്റെനൻസ് ടീമും കാര്യങ്ങളും അങ്ങനത്തെ ഒരു ഏരിയ വേണം. ഇത് ഓൾറെഡി അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന കമ്പനിന്റെ ഇന്റഗ്രേറ്റ് ചെയ്യുക, അത് ചിലപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ഇതിലേറെ അടിപൊളിയായിരിക്കും. പക്ഷെ ലാർജ് സ്കെയിൽ ഓഫ് മോഡലിലേക്കൊക്കെ എത്തുമ്പോൾ നമുക്ക് ഡെവലപ്പ് ചെയ്യാം. ആദ്യം തന്നെ നമ്മളെന്താണ് വലിയ വലിയ ഇന്റഗ്രേഷൻസുകളും ഡെവലപ്മെന്റുകളും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഫേസ്. പറ്റുന്നിടത്തോളം API ഇന്റഗ്രേഷൻസ് ഒക്കെ നമ്മൾ എന്തായാലും വേണ്ടി നമ്മുടെ ഓൺ സിസ്റ്റം ആണെങ്കിൽ പോലും പേയ്മെന്റ് ഗേറ്റ് വേ, മാപ്പ് ഇന്റഗ്രേഷൻ, ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് API ഇന്റഗ്രേഷൻസ് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അതെ, അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ കോളിൽ IVR സിസ്റ്റം ഇന്റഗ്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പറ്റും, നമ്പർ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കസ്റ്റമേഴ്സിന്റെ. അപ്പോൾ ആ ഒരു രീതിയിലേക്കൊക്കെയാണ് പിന്നെ വർക്ക്ഔട്ട് ചെയ്യേണ്ടതല്ലേ. ഇത്രയും കാര്യങ്ങളാണ് മേജർ ആയിട്ട് ഇതിലുള്ളത്.
ഇത്രത്തോളമാണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ വരുന്നത്. അതെ, അതെ. ഇതിനെ കുറിച്ച് വീണ്ടും ഡിസ്കസ് ചെയ്യാം, കൂടുതലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാം. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ നമ്മളെ താഴെ കൊടുത്ത നമ്പറിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഇത് എന്നല്ല ഏത് സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള എൻക്വയറീസിനും നമ്മളെ കണക്ട് ചെയ്യാവുന്നതാണ്. താഴെ നമ്മൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്, ഫോൺ നമ്പർ, അതുപോലെ തന്നെ നമ്മളെ മെയിൽ ID, നമ്മളെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്താലും നമ്മുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കാണാവുന്നതാണ് അല്ലേ. ഓക്കെ, വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു. ഓക്കെ, താങ്ക് യു.